ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു എം ജെസ് നോളജ്. ഞാൻ എം ജെ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സിൻ്റെ പാർട്ട് 6 ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ പാർട്ടിൽ നമ്മുടെ ചർച്ചകൾ ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൻ്റെ ഒരു സെക്കൻഡ് ലാസ്റ്റ് ടോപ്പിക് എന്ന് വേണമെങ്കിൽ പറയാം. ഇതിന് അബ്സല്യൂട്ട് മാക്സിമം അബ്സല്യൂട്ട് മിനിമം ഉണ്ട്. ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം ഞാൻ പറയാം ഒരു 2 പാർട്ടിനെ തീർക്കാൻ പറ്റുള്ളൂ. എന്നാൽ പോലും ആവില്ല. ആദ്യം ഇതിൻ്റെ കൺസെപ്റ്റ് പറഞ്ഞാൽ കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുള്ളൂ. ഈ പാർട്ടിൽ 1-2 ക്വസ്റ്റ്യൻ മാക്സിമം ചെയ്യാൻ പറ്റുള്ളൂ. കാരണം കൺസെപ്റ്റ് പറയാനേ കുറേ ഉണ്ട്. എനിക്ക് കൺസെപ്റ്റ് ഒന്നും വേണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഇതിന് ചെറിയൊരു ഐഡിയ ഉണ്ടാക്കി എടുക്കുന്നത് നല്ലതാണ്. ഇല്ലെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ഭാഗം കണ്ടാൽ മതിയാകും, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഇത് തന്നെ ക്വസ്റ്റ്യൻ ചെയ്യും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമുക്ക് നോക്കി നോക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മാക്സിമം മിനിമം എന്ന് പറയുന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് ചർച്ച ചെയ്തത്. അപ്പോൾ നമ്മൾ സെയിം ഗ്രാഫ് അവിടെ വരക്കാൻ പോവാണ്. കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടിട്ട് വരിക. എന്നാൽ എന്തായിരുന്നു മാക്സിമം പോയിന്റ് എന്തായിരുന്നു മിനിമം ഓഫ് എ ഫംഗ്ഷൻ എന്നൊക്കെ ഒരു ഐഡിയ ഉണ്ടായിരിക്കുള്ളൂ. കഴിഞ്ഞ ക്ലാസ്സിൽ വരച്ച അതേ ഗ്രാഫ് തന്നെ ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടെ വരക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങൾ അതും എവിടെയായിരുന്നു വരച്ചിട്ടുള്ളത്, ഒരു ഓപ്പൺ ഇന്റർവെൽ A, B എന്ന് പറയുന്ന ഒരു പോർഷൻ എടുത്തു കഴിഞ്ഞാൽ നോക്കിയോ നമ്മൾ എങ്ങനെയാണ് ഗ്രാഫ് വരച്ചിട്ടുള്ളത്. ഇങ്ങനൊരു ഗ്രാഫ് അല്ലായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കാണെങ്കിൽ കൃത്യമായിട്ട് അറിയുന്നുണ്ടായിരിക്കും. ഇതുപോലൊരു ഗ്രാഫാണ്. ഈ ഗ്രാഫ് നിൽക്കുന്നത് ഒരു ഓപ്പൺ ഇന്റർവെല്ല എന്ന് പറയുമ്പോൾ ഈ ഗ്രാഫിന്റെ അറ്റത്ത് എന്തില്ല, അതായത് ഈ A എന്ന് പറയുന്ന പോയിന്റിലും ഗ്രാഫ് ഇല്ല, B എന്ന് പറയുന്ന ഈ പോയിന്റിലും ഗ്രാഫ് ഇല്ല, അതിനിടയിൽ മാത്രമേ ഗ്രാഫ് ഉള്ളൂ. അതുകൊണ്ടാണ് ഇത് ഓപ്പൺ ഇന്റർവെല്ല എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ ഫംഗ്ഷന്റെ പേര് y = f(x) എന്ന് പറയുന്ന ഏതോ ഒരു ഫംഗ്ഷനാണ്. ഇത് എവിടെയാണ് നിൽക്കുന്നത്, x എവിടെയാണ്, ഓപ്പൺ ഇന്റർവെൽ A, B യിലുള്ളതാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും പറയാനുള്ളത്. ഓക്കെ ആണ്. അപ്പൊ എന്താണ് ലോക്കൽ മാക്സിമം, എന്താണ് ലോക്കൽ മിനിമം എന്നല്ല പറയാനുള്ളത്. നിങ്ങൾ കഴിഞ്ഞ വീഡിയോക്ക് കൃത്യമായിട്ട് എന്താണ് മാക്സിമം എന്താണ് മിനിമം എന്ന് പഠിച്ചല്ലോ. അതുപോലെ തന്നെയാണ് നമ്മളിവിടെ നോക്കുമ്പോൾ നിങ്ങൾ ആദ്യം എനിക്ക് പറഞ്ഞാൽ, കഴിഞ്ഞ വീഡിയോ കണ്ടവരാണെങ്കിൽ ഇവിടെ എവിടെയൊക്കെയാണ് ക്രിട്ടിക്കൽ പോയിന്റ് ഉണ്ടായിരിക്കുക. ഒന്ന് നിങ്ങളൊന്ന് വീഡിയോ പോസ്റ്റ് ആയിട്ടൊന്ന് നോക്കിയോ, ഒന്ന് ആലോചിച്ച് നോക്കിയോ എവിടെയൊക്കെയാണ് ക്രിട്ടിക്കൽ പോയിന്റ് ഉണ്ടായിരിക്കുക. ക്രിട്ടിക്കൽ പോയിന്റ് എവിടേക്കായിരിക്കും ഉണ്ടായിരിക്കുക, നമുക്കറിയാം. ഒരു കുന്നോ അല്ലെങ്കിൽ ഒരു ഇറക്കം, ഒരു കുഴിയോ അല്ലെങ്കിൽ ഒരു മുനയോ അല്ലെങ്കിൽ താഴേക്ക് ഒരു വി ഷേപ്പോ അല്ലെങ്കിൽ ഇങ്ങനത്തെ എ ഷേപ്പോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എന്തായിരിക്കും, ഓരോ ക്രിട്ടിക്കൽ പോയിന്റ് ആയിരിക്കും. കഴിഞ്ഞ വീഡിയോ കൃത്യമായിട്ട് പറഞ്ഞത്. കാരണം എന്താണ്, അത്തരം പോർഷൻസിലെല്ലാം ഒന്നെങ്കിൽ ഡെറിവേറ്റീവ് എന്തായിരിക്കും, 0 ആയിരിക്കും, അല്ലെങ്കിൽ ഡെറിവേറ്റീവ് നോട്ട് ഡിഫൈൻഡ് ആയിരിക്കും. അതെങ്ങനെ അവിടെയൊക്കെ ഡെറിവേറ്റീവ് 0 ആവുന്നത്, നിങ്ങൾ ഇവിടെ ഒരു ടാൻജന്റ് വരച്ച് നോക്കുക. ഈ പോയിന്റിൽ ഒരു ടാൻജന്റ് വരച്ചാൽ ടാൻജന്റിന്റെ സ്ലോപ്പ് ഇങ്ങനെയല്ലേ വരിക. സ്ലോപ്പ് 0 ആണെങ്കിൽ ടാൻജന്റിന്റെ സ്ലോപ്പ് തന്നെയാണ് ഡെറിവേറ്റീവ് 0 ആണ്. ഇവിടെ വരച്ചോ, ഈ പോയിന്റിൽ വരച്ച് നോക്കി കഴിഞ്ഞാലോ അവിടെ ഇതുപോലെ തന്നെയല്ലേ വരിക. അപ്പൊ എന്താണ്, സ്ലോപ്പ് 0 ആണ്. ഇവിടെ ടാൻജന്റ് വരക്കാൻ പറ്റില്ല എന്ന് കഴിഞ്ഞ വീഡിയോ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു മൂലയാണെങ്കിൽ ഒരു ഷാർപ്പ് എഡ്ജ് ആണെങ്കിൽ അവിടെ നമുക്ക് ടാൻജന്റ് വരക്കാൻ പറ്റൂല. അപ്പൊ അതെന്താണ്, അവിടെ ഡെറിവേറ്റീവ് നോട്ട് ഡിഫൈൻഡ്, മീൻസ് സ്ലോപ്പ് വരക്കാൻ ടാൻജന്റ് വരക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവിടുത്തെ സ്ലോപ്പ് നോട്ട് ഡിഫൈൻഡ് ആണ്. എന്ന് പറയുമ്പോൾ ആര് നോട്ട് ഡിഫൈൻഡ് ആണ്, ഡെറിവേറ്റീവ് നോട്ട് ഡിഫൈൻഡ് ആണ്. അപ്പൊ ഇവിടെ ആകെ 3 ക്രിട്ടിക്കൽ പോയിന്റ് ഞാൻ എടുത്ത ഗ്രാഫിലുള്ളൂ. ഇത് ഞാൻ എടുത്ത ഗ്രാഫിനെ കുറിച്ചാണ് പറയുന്നത്. ഒന്നാമത്തെ ഈ പോയിന്റ് ഞാൻ C1 എന്ന് കൊടുക്കുന്നു. അടുത്തത് ഈ ഒരു പോയിന്റ് ആണല്ലോ, എന്നിട്ട് ഞാൻ അതിന് C2 എന്ന് കൊടുക്കുന്നു. ഇനി മൂന്നാമത്തത് ഈ ഒരു പോയിന്റ് ആണല്ലോ, ഞാൻ അതിന് എന്ത് ചെയ്യാൻ C3 എന്ന് പറയുന്നു. ഒരു പേര് കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ലല്ലോ. എന്റെ ഗ്രാഫിലുള്ളത് 3 ക്രിട്ടിക്കൽ പോയിന്റ് ആണ്, C1, C2, C3. മനസ്സിലായല്ലോ. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കടാ, വെറുതെ നിങ്ങളൊന്ന് നോക്കി നോക്കുക. ഈ C1 എടുക്കുന്ന ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് അതും ഒരു മാക്സിമം അല്ലേ. അതായത് ഈ മൊത്തം ഫംഗ്ഷൻ അനലൈസ് ചെയ്യുമ്പോൾ ഇതിന്റെ മാക്സിമം എന്ന് പറയുന്നത് ഇവിടെയാണ്. ആ പോയിന്റ് C3 ആണ്. ഒന്നാലോചിച്ച് നോക്കി, ഞാൻ കഴിഞ്ഞ വീഡിയോ കൃത്യമായിട്ട് പറഞ്ഞതാണ്. ഇനി ഈ ഒരു ഗ്രാഫ് ഞാൻ കൺസിഡർ ചെയ്യുമ്പോൾ ഇതിൽ മിനിമം ഇല്ല, അതും കഴിഞ്ഞ വീഡിയോ പറഞ്ഞാൽ അതിലേക്കൊന്നും പോകുന്നില്ല. കാണാതെ കണ്ട് കൃത്യമായിട്ട് വരുമൊക്കെയാണ്. ഇതിൽ ആകെ എന്ത് മാത്രമേ ഉള്ളൂ, ഒരു മാക്സിമം പോയിന്റ് മാത്രമേ ഈ ഗ്രാഫിനുള്ളൂ. അത് ഏതാണ്, അത് ഈ ഗ്രാഫിലെ ഏറ്റവും ഹയസ്റ്റ് വാല്യൂ ഓഫ് y ആണ്. അത് ഇവിടെയാണ്. ആ പോയിന്റ് എക്സിലൂടെ C3 എന്ന് പറയുന്ന പോയിന്റ്. അപ്പൊ ഈ C3യിലാണ് ഈ ഫംഗ്ഷൻ മാക്സിമം എത്തുന്നത്. മനസ്സിലായല്ലോ. എന്നാലും നമ്മൾ നോക്കുമ്പോൾ ഈ C1 ഒരു കുന്നല്ലേ, ഒരു മാക്സിമം തന്നെയല്ലേ. ഇനി C2യിലാണെങ്കിലും അതൊരു മിനിമം അല്ലേ. ഈ ഗ്രാഫിന് മിനിമം ഇല്ലാന്ന് എനിക്കറിയാം, അത് കഴിഞ്ഞ വീഡിയോ പറഞ്ഞാണ്. എന്നാലും ഈ C2 വരുന്നത് ഒരു മിനിമം അല്ലേ. അതായത് മൊത്തം ഗ്രാഫിന്റെ മിനിമം അല്ലെങ്കിലും അതും ഒരു മിനിമം തന്നെയല്ലേ. ഈ മൊത്തം C3 എടുക്കുമ്പോൾ അതൊരു മാക്സിമം, ഈ മൊത്തം ഫംഗ്ഷൻ മാക്സിമം ആണ്, കൂടാതെ അതൊരു മാക്സിമം തന്നെയാണ്. എന്ന് പറയുമ്പോൾ ഇയാളൊരു മാക്സിമം, എന്നാൽ ഈ മൊത്തം ഫംഗ്ഷൻ എടുക്കുമ്പോൾ അതിന്റെ മാക്സിമം അല്ല. ഇയാള് മിനിമം, എന്നാൽ ഈ മൊത്തം ഫംഗ്ഷൻ എടുക്കുമ്പോൾ ഇയാൾ എന്തല്ല, അതിന്റെ മിനിമം അല്ല. അപ്പൊ നമുക്ക് അവർക്കും കൂടി ഒരു പേരിട്ട് വിളിക്കണ്ടേ. അവരൊരു മാക്സിമം ആണ്, അവനൊരു മിനിമം ആണ്, എന്നാൽ മൊത്തം ഫംഗ്ഷന്റെ മാക്സിമം അല്ല. അത്തരം ആൾക്കാരെ വിളിക്കുന്ന പേരാണ് ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം. എന്താണെന്ന് ഒന്നും കൂടി കൺസെപ്റ്റിലേക്ക് പോവാം, ഒന്നും കൂടി ഉള്ളിലേക്ക് ഇറങ്ങി പോവാം.
ഞാൻ ഈ C1 എന്ന് പറയുന്ന പോയിന്റിനെ തൊട്ട് അടുത്ത് ഒരു പോയിന്റ് അല്ലെങ്കിൽ തൊട്ട് അടുത്ത് ഒരു റീജിയൻ കൺസിഡർ ചെയ്യാണ്, ഒരു ഇന്റർവെല് കൺസിഡർ ചെയ്യാണ്. ഈ C1ന്റെ അപ്പുറത്തും ഇപ്പുറത്തും C1 അടങ്ങുന്ന രീതിയിൽ ഒരു ചെറിയ ചുറ്റളവ്, ഒരു ചെറിയ ചുറ്റുപാട് കൺസിഡർ ചെയ്യാണ്. C1ന്റെ അടുത്തൊരു ചെറിയ നെയ്ബർഹുഡ് പോയിന്റ് എന്ന് നമ്മൾ അതിന്റെ മാത്സിൽ പറയാ. C1ന്റെ നെയ്ബർഹുഡ് ആണ് ഈ കാണിച്ചിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ഇതിന്റെ അടുത്ത് കുറച്ച് വളരെ അടുത്തായിരിക്കണം, വളരെ അടുത്ത് എന്ത് ചെയ്യുക, ഒരു റീജിയൻ കൺസിഡർ, ഒരു ഇന്റർവെല് കൺസിഡർ ചെയ്യുക. ഈ ഇന്റർവെല്ലിലെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള y വാല്യൂ എടുക്കുന്നത് ഇവിടെ അല്ലടാ, ഈ ഇന്റർവെല്ലിലെ x ആക്സിലെ വാല്യൂ ഞാൻ കൺസിഡർ ചെയ്തിട്ടുള്ളത്, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള y വാല്യൂ എടുക്കുന്നത് ഇവിടെ അല്ലേ. നിങ്ങൾ നോക്കി നോക്കടാ, ഇനി ബാക്കിയൊക്കെ മറന്നു കേട്ടോ, ബാക്കി ഒന്നും നിങ്ങൾ കൺസിഡർ ചെയ്യണ്ട. ഈ ചെറിയ കഷ്ണം എടുക്കുമ്പം അവിടുത്തെ മാക്സിമം അല്ലേടാ ഈ C1. നോക്കി നോക്കിയാ, ഈ C1 എന്ന് പറയുന്ന ഈ ചെറിയ കഷ്ണത്തിന്റെ മാക്സിമം അല്ലടാ. അതുപോലെ ഞാൻ C2ലും ഒരു ചെറിയ ഇന്റർവെൽ കൺസിഡർ ചെയ്യണം, അതിന്റെ നെയ്ബർഹുഡ് റീജിയൻ എന്നാ പറയാം. നെയ്ബർഹുഡ് C2ന് നെയ്ബർഹുഡ് ആയിട്ട് കുറച്ച് പോയിന്റുകൾ കൺസിഡർ ചെയ്യാണ്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള y വാല്യൂ ഇതായിരിക്കില്ലടാ. ഇവിടെ നോക്കുമ്പോൾ ഈ C2 എന്ന് പറയുന്നത് ആ ചെറിയ കഷ്ണം മാത്രം കൺസിഡർ ചെയ്താൽ മതി. ഇനി ഈ ചെറിയ കഷ്ണം ബാക്കിയൊക്കെ മറന്നാളി, ഈ ചെറിയ കഷ്ണത്തിൽ ഏറ്റവും മിനിമം പോയിന്റ് അല്ലേടാ. നമ്മൾ ഈ C3യുടെ നെയ്ബർഹുഡ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള y വാല്യൂ ഏകദേശം ഇവിടെ വരില്ലടാ. ഇതിൽ നോക്കുമ്പം ഈ ചെറിയ ഇന്റർവെല് മാത്രം കൺസിഡർ ചെയ്യുമ്പം അവിടുത്തെ ഒരു മാക്സിമം വാല്യൂ ഇത് ഇയാൾ ഈ മൊത്തം ഗ്രാഫിലെ മാക്സിമം ആണ്. ആ ചെറിയൊരു ക്രിട്ടിക്കൽ പോയിന്റിന്റെ, ഇതൊരു ക്രിട്ടിക്കൽ പോയിന്റ് നിങ്ങൾക്കറിയാലോ, ഈ ക്രിട്ടിക്കൽ പോയിന്റിന്റെ നെയ്ബർഹുഡ് കൺസിഡർ ചെയ്തപ്പോൾ അവിടുത്തെ മാക്സിമം വാല്യൂ ആണ്. എന്ന് പറയുമ്പം നമ്മളൊരു ക്രിട്ടിക്കൽ പോയിന്റിന്റെ ലൊക്കാലിറ്റി, ചെറിയൊരു ലൊക്കാലിറ്റിയിൽ, അതുകൊണ്ടാണ് ലോക്കൽ, അതായത് ആ ഒരു ലൊക്കാലിറ്റിയിൽ C1 എന്ന് പറയുന്ന ക്രിട്ടിക്കൽ പോയിന്റിന് അക്രോസ് ആയിട്ടില്ലെങ്കിൽ അതിന്റെ ഒരു ചുറ്റുപാടിൽ ആ ഒരു ലൊക്കാലിറ്റിയിൽ ഞാനൊരു പോയിന്റ് കൺസിഡർ ചെയ്താൽ ഈ C1 അവിടുത്തെ മാക്സിമം, ആ ലൊക്കാലിറ്റിയിലെ മാക്സിമം ആണ് എന്ന് പറയുമ്പോൾ ഇതാരാണ്, C1 എന്ന് പറയുന്ന ആരാണ്, പോയിന്റ് ഓഫ് ലോക്കൽ മാക്സിമം ആണ്. പോയിന്റ് ഓഫ് ആരാണ്, ലോക്കൽ മാക്സിമം ആണ്. ലോക്കൽ മാക്സിമം അഥവാ ലോക്കൽ മാക്സിമം എക്സസ് ചെയ്യുന്ന ആ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് പോയിന്റ് ഓഫ് ലോക്കൽ മാക്സിമം എന്ന് പറയുമ്പോൾ അതിന്റെ ലൊക്കാലിറ്റിയിലുള്ള ഒരു പോയിന്റ് കൺസിഡർ, അതിന്റെ ലൊക്കാലിറ്റിയിൽ ഒരു ഇന്റർവെല് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാല് അവിടുത്തെ മാക്സിമം ആണ് ആരുക, C1. ആ C1 വിളിക്കുന്ന പേരാ പോയിന്റ് ഓഫ് ലോക്കൽ മാക്സിമം. കറസ്പോണ്ടിങ് ആയിട്ട് ഒരു y വാല്യൂ ഉണ്ടാവില്ല. ഈ C1ന്റെ y വാല്യൂ, ഇത് C1ന്റെ x വാല്യൂ ആണ്, മീൻസ് ഈ x ആക്സിൽ ഈ പോയിന്റിന്റെ വാല്യൂ ആണ് C1. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ ഒരു y വാല്യൂ ഇല്ലടാ, ഈ ഒരു y വാല്യൂ അഥവാ y വാല്യൂ എന്നുള്ള ഫംഗ്ഷന്റെ വാല്യൂ, ആ ഫംഗ്ഷന്റെ വാല്യൂ ആണ് നമ്മൾ f ഓഫ് C1 എന്ന് ഡിനോട്ട് ചെയ്യുക. C1 എന്ന് പറയുന്ന പോയിന്റിലെ ഫംഗ്ഷന്റെ വാല്യൂ അല്ലെങ്കിൽ y വാല്യൂ, അതിനെ വിളിക്കുന്ന പേരാണ് ലോക്കൽ മാക്സിമം വാല്യൂ. ഇതിനെ വിളിക്കുന്ന പേരെന്താണ്, ലോക്കൽ മാക്സിമം വാല്യൂ എന്നാണ് അതിനെ വിളിക്കാതെ എഴുതാൻ സ്ഥലമില്ല, അതുകൊണ്ടാണ് ഇതിനെ വിളിക്കുന്ന പേരെന്താ, ലോക്കൽ മാക്സിമം വാല്യൂ എന്നാണ്. നമുക്ക് വേണമെങ്കിൽ എഴുതി വെക്കാം. ഓക്കെ, ലോക്കൽ മാക്സിമം വാല്യൂ എന്നാണ് അതിന് പറയുക. ഓക്കെ ആണ്. ഇനി അടുത്തതായിട്ട് ഞാൻ C2ന്റെ അടുത്തേക്ക് വന്നു. C2ന്റെ അറൗണ്ടിൽ ഞാൻ ചെറിയൊരു നെയ്ബർഹുഡ് ഒരു ഇന്റർവെൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നോക്കി നോക്കുക, ആ ഇന്റർവെല്ലിൽ ഏറ്റവും മിനിമം ആണ്, കാരണം താഴേക്കാണ് ആ C2 എന്ന് പറയുന്ന പോയിന്റ്. ആ ഒരു ലൊക്കാലിറ്റിയിലെ മിനിമം പോയിന്റ് അല്ലേടാ C2. സോ C2 നമുക്ക് എന്ത് വിളിക്കാം, പോയിന്റ് ഓഫ് ലോക്കൽ മിനിമം എന്ന് വിളിച്ചൂടെ. പോയിന്റ് ഓഫ് ലോക്കൽ മിനിമം എന്ന് വിളിക്കാം. എന്ന് പറയുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു y വാല്യൂ ഉണ്ടാവില്ല, അത് ഇതല്ലേ. അത് നമുക്ക് ജനറലി f ഓഫ് C2 എന്ന് റെപ്രസെന്റ് ചെയ്തൂടെ. അതാണ് എന്ത്, ലോക്കൽ മിനിമം വാല്യൂ. C3യിലേക്ക് വന്നാലോ, C3 എന്ന് പറയുന്ന ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് കൃത്യമായിട്ട് ഞാൻ പറയുന്നുണ്ട്. ഓക്കെ ആണ്. C3 എന്ന് പറയുന്ന ക്രിട്ടിക്കൽ പോയിന്റിന്റെ ഒരു നെയ്ബർഹുഡ് റീജിയൻ, ഒരു നെയ്ബർഹുഡ് ഇന്റർവെല് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാല് ആ ഒരു ഇന്റർവെല്ലിലെ മാക്സിമം വാല്യൂ അല്ലേടാ C3 എന്ന് പറയുന്നത്. സോ അതും എന്താണ്, ഒരു പോയിന്റ് ഓഫ് ലോക്കൽ മാക്സിമം ആണ്. ലോക്കൽ മാക്സിമം ആണ്, മനസ്സിലായല്ലോ, മാക്സിമം ആണ്. എന്ന് പറയുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇവിടുത്തെ ഒരു C വാല്യൂ അല്ലെങ്കിൽ ഫംഗ്ഷന്റെ വാല്യൂ ഉണ്ടായിരിക്കില്ലേ, ഇതല്ലടാ ലോക്കൽ മാക്സിമം വാല്യൂ എന്നറിയപ്പെടുന്നത്, ലോക്കൽ മാക്സിമം വാല്യൂ. അപ്പൊ എന്താണ് ലോക്കൽ മാക്സിമം എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ പറഞ്ഞു കൊടുക്കുക, നിങ്ങളൊരു ഫംഗ്ഷനെ കൺസിഡർ ചെയ്യാണ്, അവിടുത്തെ ക്രിട്ടിക്കൽ പോയിന്റുകൾ എടുക്കുകയാണ്. ആ ക്രിട്ടിക്കൽ പോയിന്റിന്റെ നെയ്ബർഹുഡ് റീജിയൻ കൺസിഡർ ചെയ്താല് അവിടെ ആ ഫംഗ്ഷന്റെ വാല്യൂ എങ്ങനെയാണോ, മാക്സിമം ആണോ, അത് ലോക്കൽ മാക്സിമം. അവിടെ ആ ഫംഗ്ഷൻ മിനിമം ആണോ, അത് ലോക്കൽ മിനിമം. എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ലൊക്കാലിറ്റിയിലെ കാര്യങ്ങൾ കൺസിഡർ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെയാണ് ലോക്കൽ മാക്സിമം, ലോക്കൽ മിനിമം. അത് എത്തരം ലൊക്കാലിറ്റി ആയിരിക്കണം, ക്രിട്ടിക്കൽ പോയിന്റിന്റെ നെയ്ബർഹുഡ് റീജിയൻ ആയിരിക്കണം. ഇതൊക്കെയാണ് ഓർത്ത് വെക്കേണ്ടത്.
ക്രിട്ടിക്കൽ പോയിന്റിന്റെ നെയ്ബർഹുഡ് റീജിയൻ ആയിരിക്കണം, ചെറിയ ലൊക്കാലിറ്റി ആയിരിക്കണം, എന്നാലേ ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം ഉണ്ടായിരിക്കുള്ളൂ. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യത്തുള്ളൂ. ജനറലി നമ്മളൊരു ഫംഗ്ഷൻ എടുത്താൽ അതിന് ഒറ്റ മാക്സിമം വാല്യൂ ഒറ്റ മിനിമം വാല്യൂ ഉണ്ടായിരിക്കുള്ളൂ. ചിലപ്പോൾ മാക്സിമം ഉണ്ടാവില്ല, ചിലപ്പോൾ മിനിമം ഉണ്ടാവില്ല. ഉണ്ടാവുകയാണെങ്കിൽ ഒറ്റ ഒന്ന് വെച്ച മാക്സിമം ഉണ്ടായിരിക്കുള്ളൂ. പക്ഷെ ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം എത്ര വേണമെങ്കിലും അത് ക്രിട്ടിക്കൽ പോയിന്റിന്റെ എണ്ണത്തിനനുസരിച്ചിരിക്കും. അതാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്. ഇവിടെ 2 ലോക്കൽ മാക്സിമം ആണുള്ളത്, അത് 3, 4 എന്തിനനുസരിച്ചിരിക്കും? ക്രിട്ടിക്കൽ പോയിന്റിനെ ഡിപ്പെൻഡ് ചെയ്യും. മനസ്സിലായല്ലോ? സോ എന്താണ് ലോക്കൽ മാക്സിമം? കൺസിഡർ എ ഫംഗ്ഷൻ y = f of x. ഒരു y = f of x എന്ന് പറയുന്ന ഫംഗ്ഷൻ കൺസിഡർ ചെയ്യുക. ഡിഫൈൻഡ് in a open interval AB. Let C is a critical point എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് in F in AB. ഈ AB ഈ ഒരു ഇന്റർവെല്ലിലെ ഒരു ക്രിട്ടിക്കൽ പോയിന്റ് ആണ് C എങ്കിൽ C is a point of local maximum if f of C is the highest value of f in neighborhood of C. C യുടെ നെയ്ബർഹുഡിലെ ഏറ്റവും വലിയ വാല്യൂ ആണ് f of C എങ്കിൽ, ആ ക്രിട്ടിക്കൽ പോയിന്റ് f of C എങ്കിൽ അതിനാണ് നമ്മൾ എന്തെന്ന് പറയാ? ലോക്കൽ പോയിന്റ് ഓഫ് ലോക്കൽ മാക്സിമം എന്ന് പറയാ. ആ f of C നമ്മൾ വിളിക്കുന്ന പേരാണ് ലോക്കൽ മാക്സിമം വാല്യൂ. സെയിം കൺസെപ്റ്റ് ആണ്. ഇനി അതൊന്ന് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. ഇനി നമ്മൾ സാധാരണ മാക്സിമം മിനിമം കണ്ടുപിടിക്കാൻ കഴിഞ്ഞ വീഡിയോ ചെയ്ത ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്താൽ മതിയാകും. എന്നാൽ ടു ഫൈൻഡ് ലോക്കൽ മാക്സിമം ആൻഡ് ലോക്കൽ മിനിമം, മാക്സിമം മിനിമം കണ്ടുപിടിക്കാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞാൽ, എന്നാൽ ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം കണ്ടുപിടിക്കണം നമ്മൾ 2 ടെസ്റ്റാണ് യൂസ് ചെയ്യുക. ഒന്നിന്റെ പേരാണ് ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ്, രണ്ടാമത്തിന്റെ പേരാണ് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ്. നമ്മൾ ഇനി മുതൽ ഇയാളെ ഷോർട്ട് ആക്കിയിട്ട് എന്റെ എളുപ്പത്തിന് വേണ്ടി ഞാൻ FDT എന്ന് വിളിക്കും. ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റിനെ, സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റിനെ ഞാൻ SDT എന്ന് വിളിക്കും. ഷോർട്ട് ആക്കിയിട്ട് വിളിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടുന്ന് രണ്ടിന് ഏതെങ്കിലും ഒരു ഭാഗം എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. നമുക്ക് എന്ത് ചെയ്യാം? എന്താണ് FDT, എന്താണ് SDT നമുക്ക് ഒരു ഐഡിയ പറഞ്ഞുതരാം. എന്നിട്ട് ക്വസ്റ്റ്യനിലേക്ക് കടന്നാൽ പോലെ. മറ്റേത് വെറുതെ ക്വസ്റ്റ്യനിലേക്ക് കടക്കുമ്പോൾ ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവില്ല. ഇതൊക്കെയാണ് ലോക്കൽ മാക്സിമത്തിന്റെ ഐഡിയ. എനിക്ക് ഇങ്ങനെ പറഞ്ഞു തരാനുള്ളൂ. എന്റെ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യുക? ഇപ്പോഴും വീഡിയോയിലേക്ക് ലൈക്ക് ചെയ്യുക, വേഗം എന്ത് ചെയ്യാം? നമുക്ക് എന്ത് ചെയ്യാം? FDTയിലേക്ക് SDTയിലേക്ക് ഒന്ന് പോയേക്കാം. ഓക്കെ ആണ്. ഇനി നമുക്ക് ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ആയിട്ട് നമ്മുടെ FDT ആണ് പഠിക്കാനുള്ളത്. കൺസെപ്റ്റ് സിമ്പിൾ ആണ്, എഴുതിയ കണ്ട് പേടിക്കണ്ട. നമുക്ക് നമ്മുടെ ഗ്രാഫിലൂടെ തന്നെ പറയുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഞാൻ കുറച്ച് ഗ്രാഫുകൾ വരച്ചതാണ്. അപ്പോൾ എനിക്ക് എപ്പോഴും ഗ്രാഫിലൂടെ പറയുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നതുകൊണ്ടാണ് ഞാൻ ഗ്രാഫ് വരച്ചിടുന്നത്. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അല്ലാതെയും ജസ്റ്റ് കൺസെപ്റ്റ് പഠിച്ചാലും മതി. ഗ്രാഫ് ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? എക്സാമിൽ ഗ്രാഫ് വെച്ച് ചോദിച്ചാലും നമുക്ക് എന്ത് ചെയ്യാം? ഉത്തരം എഴുതാൻ പറ്റും എന്നുള്ള നിലയിലാണ് എന്ത് ഗ്രാഫും കൂടി ചേർത്ത് വരച്ച് തരുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഗ്രാഫ് ഒന്ന് നോക്കി നോക്കാം. ഞാനിവിടെ 4 ഗ്രാഫ് വരക്കുന്നുണ്ട്. നമ്മൾ നോക്കാം. ഒന്നാമത്തെ ഗ്രാഫ് ഇങ്ങനെയാണ്. ചേട്ടാ ഇത് നമ്മൾ കുറച്ച് മുന്നേ ഇൻക്രീസിങ്ങിലൊക്കെ വരച്ചിട്ടുള്ള ഒരു ഗ്രാഫാണ്. സോ ഇതാണ് എൻ്റെ ഗ്രാഫ്. ഇനി നിങ്ങൾ പറ, ഇതിൽ ക്രിട്ടിക്കൽ പോയിന്റ് ഉണ്ടോ ഈ ഗ്രാഫിൽ? ഉറപ്പായിട്ടുണ്ട്. എവിടെയാണ് ക്രിട്ടിക്കൽ പോയിന്റ്? ഇവിടെയാണ് ക്രിട്ടിക്കൽ പോയിന്റ്. ഈ പോയിന്റ് ആയിരിക്കും ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയുന്നത്. ഇതിന് ഞാൻ ജസ്റ്റ് C എന്ന് പറയുന്ന എക്സ് ആക്സിലെ ഈ പോയിന്റ് C എന്ന് പേര് കൊടുത്താൽ ഈ C എന്ന് പറയുന്ന പോയിന്റ് ക്രിട്ടിക്കൽ പോയിന്റ്. അതെങ്ങനെ എനിക്ക് മനസ്സിലായി? ഞാൻ എന്ത് ചെയ്തു? ആ പോയിന്റിൽ കൊണ്ടുപോയിട്ട് ഒരു ടാൻജന്റ് വരച്ചു കൊടുത്തു. ഇതാണ് എന്റെ ടാൻജന്റ്. ആ ടാൻജന്റിന്റെ സ്ലോപ്പ് എന്താ? ഇങ്ങനെ ഒരു ടാൻജന്റ് നിന്ന് കഴിഞ്ഞാൽ അതിന്റെ സ്ലോപ്പ് 0 ആണ്. ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. 0 സ്ലോപ്പ് ഓഫ് ടാൻജന്റ് തന്നെയാണ് ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ ഈ പോയിന്റിലെ ഡെറിവേറ്റീവ് 0. അത് നമ്മൾ എങ്ങനെ എഴുതടാ? ഈ പോയിന്റ് ഡെറിവേറ്റീവ് പോയിന്റിൽ C എന്ന് പറയുന്ന പോയിന്റിൽ അതെന്താ? 0 ആണ്. ഇതൊക്കെ ആണല്ലോ, കൺസെപ്റ്റ് ഒക്കെ ഓക്കെ ആണല്ലോ, ഡൗട്ട് ഒന്നുമില്ലല്ലോ. ഇനി നമുക്ക് എന്താ അറിയേണ്ടത്? ഇവിടുത്തെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ ഇതിന്റെ ലൊക്കാലിറ്റിയിൽ ഇവിടെ ലൊക്കാലിറ്റിയിൽ ഞാൻ എന്ത് ചെയ്യാണ്? വെറുതെ ഇതിന്റെ സിയുടെ ഒരു ക്രിട്ടിക്കൽ പോയിന്റ് ആണല്ലോ, അതിന്റെ ഒരു നെയ്ബർഹുഡ് പോയിന്റിൽ അതിന്റെ ഒരു നെയ്ബർഹുഡ് ഇന്റർവെൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ മാക്സിമം ആണല്ലോ ഇയാളെന്ന് പറയുന്നത്. സിന്റെ ഒരു നെയ്ബർഹുഡ് ആയിട്ടുള്ള ഈ റീജിയൻ ഇത്രയും കൺസിഡർ ചെയ്യാന്ന് വിചാരിച്ചോ, അവിടുത്തെ മാക്സിമം ആണല്ലോ അയാള്. മാക്സിമം ആണല്ലോ, ഡൗട്ട് ഒന്നുമില്ലല്ലോ. അവിടുത്തെ മാക്സിമം ആണല്ലോ അയാൾ. അതായത് ആ വലിയ ഗ്രാഫില്ലേ, അതിലെ ചെറിയൊരു ഇന്റർവെൽ കൺസിഡർ ചെയ്യില്ലേ, ആ ചെറിയ ഇന്റർവെൽ ഇവിടെ കൊണ്ട് വലുതാക്കി വരച്ചതാണ്. എന്താ പറഞ്ഞത്? ആ വലിയ ഗ്രാഫിൽ നമ്മൾ ചെറിയൊരു ഇന്റർവെൽ കൺസിഡർ ചെയ്യില്ലായിരുന്നോ, ആ ചെറിയ ഇന്റർവെൽ ഇവിടെ കൊടുത്ത് വലുതാക്കി വരച്ചതാ. അതാണ് അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇത് ഇത്ര വലുത്. ആ ചെറുതിനെ കൊടുത്ത് വലുതാക്കി വരച്ചാണ്ടോ, നിങ്ങൾ മനസ്സിലാക്കണേ. എന്ന് പറയുമ്പോൾ ആ വലുതാക്കി വരച്ചുകൊണ്ടാണ് ഇത്രയും ആ സീൻ്റെ അടുത്ത് ഇത്രയും നെയ്ബർഹുഡ് റീജിയൻ എടുത്തിട്ടുള്ളത്. സോ ഈ ഇന്റർവെല്ലിലെ മാക്സിമം ആണല്ലോ ഇയാള് എന്ന് പറയുമ്പോൾ ഈ C എന്ന് പറയുന്നത് ഒരു പോയിന്റ് ഓഫ് ലോക്കൽ മാക്സിമം ആണല്ലോ. നമുക്ക് ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റിലൂടെ യൂസ് ചെയ്യുന്നത് എങ്ങനെയാ നോക്കിയാലോ.
നമുക്ക് മനസ്സിലായി ഒരു കാര്യം ഉറപ്പാ, സി എന്ന് പറയുന്ന പോയിന്റിൽ ഡെറിവേറ്റീവ് 0. അതാണ് ഇപ്പൊ പറഞ്ഞത്. സിന്റെ അപ്പുറത്തും ഇപ്പുറത്തും നമ്മൾ വെറുതെ ഒരു ടാൻജന്റ് വരച്ചു നോക്കണം. സിയുടെ അപ്പുറത്ത് ഞാൻ ഒരു ടാൻജന്റ് ഇങ്ങനെ വരച്ചു നോക്കുകയാണ്. ഇവിടുത്തെ ഡെറിവേറ്റീവ് എന്തായിരിക്കും, അല്ലെങ്കിൽ ഇവിടുത്തെ സ്ലോപ്പ് ഓഫ് ടാൻജന്റ് എന്തായിരിക്കും? ടാൻജന്റ് ഇങ്ങനെ നിന്നാൽ സ്ലോപ്പ് എന്താണ്? പോസിറ്റീവ് ആണ് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഡെറിവേറ്റീവ് പോസിറ്റീവ് ആണ്. അപ്പൊ എഫ് ഡാഷ് എക്സ് ഇവിടെ നിങ്ങൾ സി എന്ന് കൊടുക്കണമെന്നില്ല, കാരണം ഈ ഒറ്റ വാല്യൂനെ സി കൊടുത്തുള്ളൂ, അതുകൊണ്ട് അവിടെ സി എന്ന് കൊടുത്തുള്ളൂ. ബാക്കിയുള്ള എല്ലാ വാല്യൂസും നമ്മൾ ജനറൽ എക്സ് എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. ഇവിടുത്തെ എഫ് ഡാഷ് എക്സ് എന്താണെങ്കിൽ അവിടുത്തെ ഡെറിവേറ്റീവ് എന്താണ്? ഈ പോയിന്റുകളെല്ലാം, അതുകൊണ്ട് എക്സ് എന്ന് കൊടുത്തിട്ടുള്ളത്. ഇത് ഒറ്റ പോയിന്റ് സി എന്ന് പറയുന്ന പോയിന്റിൽ ഒറ്റ ഒന്നായതുകൊണ്ട് അതുകൊണ്ട് സി കൊടുത്തു. ഇവിടെ എല്ലാ പോയിന്റുകളും എക്സ് എന്ന് കൊടുത്തു. ഇവിടെ എന്താണ്? ഡെറിവേറ്റീവ് പോസിറ്റീവ് ആണ്. ഇനി നോക്കി നോക്കുക, ഞാൻ ഇവിടെയും കൂടി എന്ത് ചെയ്യാണ്, ഈ ഗ്രാഫിന്റെ അപ്പുറത്തും കൂടി ഞാനൊരു ടാൻജന്റ് വരക്കുകയാണ്. ഇവിടെ ഇങ്ങനെ ടാൻജന്റ് നിന്നാൽ എന്താ? നെഗറ്റീവ് ആണ്. ഒന്ന് മനസ്സിലാക്കുക, ഇങ്ങനെ നിന്നാൽ സ്ലോപ്പ് 0, ഇങ്ങനെ നിന്നാൽ സ്ലോപ്പ് പോസിറ്റീവ്, ഇങ്ങനെ നിന്നാൽ സ്ലോപ്പ് നെഗറ്റീവ്. മനസ്സിലാക്കിയല്ലോ? അപ്പൊ ഇങ്ങനെ നിന്നാൽ എന്താ? സ്ലോപ്പ് നെഗറ്റീവ് ആയെന്ന് പറയുമ്പോൾ ഡെറിവേറ്റീവ് എന്താ? എഫ് ഡാഷ് ഓഫ് എക്സ് എന്താണ്? നെഗറ്റീവ് ആണ്. നിങ്ങൾ നോക്കി നോക്കുക, ഇതൊരു പോയിന്റ് ഓഫ് ലോക്കൽ മാക്സിമം ആണല്ലോ. അവിടെ ഡെറിവേറ്റീവിന്റെ പ്രത്യേകത എന്താണ്? അതിന്റെ ഇപ്പുറത്ത്, അതിന്റെ ലെഫ്റ്റിൽ നിന്ന് ഡെറിവേറ്റീവ് ഇങ്ങനെ പോസിറ്റീവ് ആയിട്ട് അവിടെ എത്തുമ്പോൾ 0 ആയി, പിന്നെ നെഗറ്റീവിലേക്ക് ചാടുന്നു. എന്ന് പറയുമ്പം ഒരു പോയിന്റ് ഓഫ് ലോക്കൽ മാക്സിമം ഉണ്ടോ, അത് അവിടെ എന്തായിരിക്കും പ്രത്യേകത? ഡെറിവേറ്റീവിന്റെ സൈൻ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് ഇങ്ങനെ ടെൻഡ് ചെയ്യുന്നുണ്ടാവും. എവിടുന്ന് എവിടേക്കാണ്? പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് പോകുന്നുണ്ടാവും. എവിടെ? ഒരു ലോക്കൽ മാക്സിമം ആണെങ്കിൽ ഇതെന്താണ്? ഒരു പോയിന്റ് ഓഫ് ലോക്കൽ മാക്സിമം ആണ്. പോയിന്റ് ഓഫ് ലോക്കൽ മാക്സിമം പോയിന്റ് ആണ്. അപ്പൊ എന്ത് ചെയ്യും? അവിടുത്തെ കേസാണെന്ത്? ഡെറിവേറ്റീവിന്റെ ചിഹ്നം ഇവിടുന്ന് എവിടേക്ക് പോകും? പോസിറ്റീവ് നെഗറ്റീവിലേക്ക്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടതുള്ളൂ, ഒരു പോയിന്റ് ഓഫ് ലോക്കൽ മാക്സിമം ഉണ്ടോ, അതിന്റെ ഇപ്പുറത്ത് പോസിറ്റീവും അതിന്റെ ഇപ്പുറത്ത് ഡെറിവേറ്റീവിന്റെ ചിഹ്നമാണ്. ഡെറിവേറ്റീവിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവിന്റെ ചിഹ്നം പോസിറ്റീവും അതിന്റെ അപ്പുറത്ത് ഫസ്റ്റ് ഡെറിവേറ്റീവിന്റെ ചിഹ്നം നെഗറ്റീവും. എന്ന് പറഞ്ഞാല് നമ്മൾ എക്സിലൂടെ ഇങ്ങനെ മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ ഡെറിവേറ്റീവ് എന്ത് ചെയ്യുന്നറിയോ? ഇങ്ങനെ പോസിറ്റീവിൽ നിന്ന് ആ പോയിന്റിലേക്ക് എത്തുമ്പോൾ ഡെറിവേറ്റീവിന്റെ ചില 0 ആയി, പിന്നെ നെഗറ്റീവിലേക്ക് ഇങ്ങനെ വരും. അതായത് ഈ എക്സ് ഇങ്ങനെ സിയിലൂടെ, നമ്മൾ എക്സ് ആക്സിൽ സിയിലൂടെ ഇങ്ങനെ മുന്നിലേക്ക് പോവുകയാണെങ്കിൽ ഡെറിവേറ്റീവ് എന്ത് ചെയ്യോടാ? ഡെറിവേറ്റീവ് ആദ്യം പോസിറ്റീവ്, പിന്നെ 0, പിന്നെ നെഗറ്റീവിലേക്ക് വരും. പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് സഞ്ചരിക്കും. എപ്പം? നമ്മൾ എക്സ് ആക്സിൽ സിയിലൂടെ ഇങ്ങനെ മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ. അപ്പൊ ഒന്ന് വായിച്ചു നോക്കാം. ഇതാ ഇവിടെ നേരത്തെ പറഞ്ഞ കൺസിഡർ ഫംഗ്ഷൻ y equal to f of x ആണ്. ഈ ഫംഗ്ഷനൊക്കെ പേര് y equal to f of x ആണ്. ഡിഫൈൻഡ്, ഇതും ഓപ്പൺ ഇന്റർവെൽ, ആ വലിയ ഫംഗ്ഷൻ തന്നെയാണ്. ലെറ്റ് c is a critical point in f in ab. ലുള്ള ഒരു ക്രിട്ടിക്കൽ പോയിന്റ് ആണ് c എന്ന് പറയുന്നത്. C is a point of local maximum. Point of local maximum എപ്പോഴാണ്? f dash x first derivative changes its sign from positive to negative as x increases through c. നമ്മൾ x axis c ലൂടെ ഇങ്ങനെ മുന്നോട്ട് പോവാണെങ്കിൽ ഡെറിവേറ്റീവ് ആയിട്ട് ഇതിന്റെ പോസിറ്റീവ് ടു നെഗറ്റീവ് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ആ പോയിന്റ് എന്താ? c എന്ന് പറയുന്ന പോയിന്റ് എന്താ? c ലൂടെ, ആ ക്രിട്ടിക്കൽ പോയിന്റിലൂടെ കൃത്യമായിട്ട് പറയുന്നത് as x increases through c. ആ c എന്ന് പറയുന്ന ക്രിട്ടിക്കൽ പോയിന്റ് എന്താണ്? അതൊരു പോയിന്റ് ഓഫ് ലോക്കൽ മാക്സിമം ആണ്. ഇനി നമുക്ക് മറ്റൊരു ഗ്രാഫ് വരച്ച് നോക്കാം. നോക്കി നോക്കാം. ഇതൊന്ന് നോക്കി നോക്കി നിങ്ങൾ. എടാ ഇവിടെ ക്രിട്ടിക്കൽ പോയിന്റ് ഉണ്ടോ? നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവുമല്ലോ. ഇങ്ങനെ ഒരു കുഴിയോ അല്ലെങ്കിൽ ഒരു കുന്നൊക്കെ ഉണ്ടെങ്കിൽ ക്രിട്ടിക്കൽ പോയിന്റ്. സോ ഇതൊരു ക്രിട്ടിക്കൽ പോയിന്റ് ആണ്. ഏതാണ് ക്രിട്ടിക്കൽ പോയിന്റ്? ഇവിടെ ഇതല്ലേടെ ക്രിട്ടിക്കൽ പോയിന്റ്. സി എന്ന് പേര് കൊടുക്കുന്നു. എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഡെറിവേറ്റീവ് ഡാഷ് ഓഫ് സി എന്തായിരിക്കും? 0 ആയിരിക്കില്ലേ? എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഗ്രാഫിൽ ഒരു ചെറിയ പോർഷൻ ആണ്. അപ്പൊ ഇതിന്റെ നെയ്ബർഹുഡ് റീജിയൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ ഒരു ലോക്കൽ മിനിമം, ലോക്കൽ എന്ന് കൃത്യമായിട്ട് പറയുന്നത് അവിടുത്തെ ഒരു മിനിമം അല്ല ഇയാൾ എന്ന് പറയുമ്പോൾ ഇതൊരു ലോക്കൽ മിനിമം അല്ലേടാ. ഇതാരാണ്? ഇതൊരു പോയിന്റ് ഓഫ് ലോക്കൽ മിനിമം ആണ്. പോയിന്റ് ഓഫ് ലോക്കൽ മിനിമം തന്നെയാണ്. എന്ന് പറയുമ്പോൾ ഇതൊരു പോയിന്റ് ഓഫ് ലോക്കൽ മിനിമം ആണ്. ഇവിടുത്തെ ഡെറിവേറ്റീവിന്റെ സൈൻ എങ്ങനെയാ നോക്കിയാലോ. ഇതിന്റെ ലെഫ്റ്റിൽ എന്ന് പറയുമ്പോൾ എക്സ് ഇങ്ങനെ മൈനസ് ഇൻഫിനിറ്റി ഇങ്ങനെ വരുമ്പോൾ, ഇവിടെ മൈനസ് ഇൻഫിനിറ്റി ഇങ്ങനെ വരുമ്പോൾ എപ്പോഴും ലെഫ്റ്റ് നിന്നാണ് വരേണ്ടത്. ഒരിക്കലും വിചാരിക്കരുത് അവിടെ നിന്ന് ഇങ്ങനെ വരുന്ന കാര്യം. ഇവിടുന്ന് അങ്ങോട്ടേക്കേ പോകാൻ പാടുള്ളൂ. എന്ന് പറയുമ്പോൾ ഇവിടുന്ന് പോസിറ്റീവ് ടു നെഗറ്റീവ് ആ ഡെറിവേറ്റീവ് ടെൻഡ് ചെയ്യണമെങ്കിൽ ഞാൻ ഇവിടുത്തെ ഒരു ടാൻജന്റ് വരച്ച് നോക്കുകയാണ്. ഇവിടെ ഒരു ടാൻജന്റ് വരയ്ക്കുന്നുണ്ട്. നോക്കിക്കോ, ഇവിടെ ടാൻജന്റിന്റെ ചിഹ്നം എന്താണ്? ടാൻജന്റ് സ്ലോപ്പ് എന്താ? ഇങ്ങനെ നിന്നാൽ നെഗറ്റീവ് അല്ലേ? എന്ന് പറയുമ്പോൾ ഡെറിവേറ്റീവ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഇവിടെ ഡെറിവേറ്റീവിന്റെ ചിഹ്നം എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. കാരണം ഇങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പം ഇവിടെ നോക്കുമ്പോൾ ഡെറിവേറ്റീവ് അതിന്റെ ചിഹ്നം നമ്മൾ എക്സ് ആക്സിൽ സിയിലൂടെ ഇങ്ങനെ
ക്രിട്ടിക്കൽ പോയിന്റിലൂടെ ഞാൻ മുന്നിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ ഡെറിവേറ്റീവ് ആയിട്ട് ചിഹ്നം ഇവിടുന്ന് എവിടെ കൊണ്ടുപോകുന്നത് നെഗറ്റീവ് പിന്നെ 0 to പോസിറ്റീവ് എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ടു പോസിറ്റീവ് അല്ലേ കൊണ്ടുപോകുന്നത്. നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് ടെൻഡ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ആരുടെ ചിഹ്നം? ഡെറിവേറ്റീവിന്റെ ചിഹ്നം. ഏതിലൂടെ പോകുമ്പോൾ? ക്രിട്ടിക്കൽ പോയിന്റിലൂടെ പോകുമ്പോൾ. അങ്ങനെയാണെങ്കിൽ ആ ക്രിട്ടിക്കൽ പോയിന്റ് എന്നായിരിക്കും ഒരു പോയിന്റ് ഓഫ് ലോക്കൽ മിനിമം ആയിരിക്കും. ഓക്കെ ആണ്. ഇനി ഇതേ കാര്യത്തിന് പോയിന്റ് ഓഫ് ലോക്കൽ മാക്സിമം ഇങ്ങനെ ആയിക്കോട്ടെ. നിങ്ങൾ ഇങ്ങനെ ഒരു ഗ്രാഫ് എനിക്ക് വരച്ചോളൂ. നോക്കിയേ, ഇതും ഒരു പോസിബിലിറ്റി അല്ലേ. ഇവിടെ ക്രിട്ടിക്കൽ പോയിന്റ് ഉണ്ടല്ലോ. ഏതാ ക്രിട്ടിക്കൽ പോയിന്റ്? ഇതാണ് ക്രിട്ടിക്കൽ പോയിന്റ്. ഈ പോയിന്റ് ആണ് ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയുന്നത്. സി എന്ന് പേര് കൊടുക്കുക. കാരണം എന്താ? അവിടെ ഡെറിവേറ്റീവ് എന്താ? നോട്ട് ഡിഫൈൻഡ്. ഇങ്ങനെ ഷാർപ്പ് എഡ്ജ് വന്ന ഡെറിവേറ്റീവ് അല്ലെങ്കിൽ ടാൻജന്റ് വരക്കാൻ പറ്റില്ല. മീൻസ് ഡെറിവേറ്റീവ് നോട്ട് ഡിഫൈൻഡ് ആണ്. എഴുതി കൊടുക്കാം. ഇവിടെ എഫ് ഡാഷ് ഓഫ് സി നോട്ട് ഡിഫൈൻഡ്. ആ പോയിന്റ് ഡെറിവേറ്റീവ് നോട്ട് ഡിഫൈൻഡ് ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഞാൻ എന്ത് ചെയ്യാണ്? ഇതിന്റെ ഇപ്പുറത്ത് ഞാനൊരു ടാൻജന്റ് വരക്കാണ്, ഇപ്പുറത്തും ഞാനൊരു ടാൻജന്റ് വരക്കാണ് എന്ന് പറയുമ്പോൾ ഇവിടെ ടാൻജന്റിന്റെ ചിഹ്നം എന്താണ്? നെഗറ്റീവ് അല്ലേ. ഇവിടെ ടാൻജന്റിന്റെ ചിഹ്നം എന്താ? പോസിറ്റീവ്. ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് പോസിറ്റീവ് ആണ്. ഇവിടെ ടാൻജന്റിന്റെ ചിഹ്നം എന്താ? നെഗറ്റീവ്. കാരണം ഇങ്ങനെയാണ് നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ, അതായത് ഡെറിവേറ്റീവ് നമ്മൾ എക്സ് ആക്സിൽ ക്രിട്ടിക്കൽ പോയിന്റിലൂടെ ഞാൻ മുന്നിലേക്ക് പോകുമ്പോൾ ഡെറിവേറ്റീവ് പോസിറ്റീവ് ടു നെഗറ്റീവിലേക്ക് മാറാണ്. അങ്ങനെയാണെങ്കിൽ ക്രിട്ടിക്കൽ പോയിന്റ് എന്തായിരിക്കും? പോയിന്റ് ഓഫ് ലോക്കൽ മാക്സിമം തന്നെ ആയിരിക്കില്ലേ? ഡൗട്ട് ഒന്നുമില്ലല്ലോ. അപ്പൊ ഇതൊന്ന് നോക്കുകയാണെങ്കിലോ, ഇവിടെ നോക്കുകയാണെങ്കിലോ, ഇതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഇതിനെ കുറിച്ചോ, ഇവിടെയുള്ള ഒരു ക്രിട്ടിക്കൽ പോയിന്റ് ഏതാ? ഇതാണ് ഒരു ക്രിട്ടിക്കൽ പോയിന്റ്. അതിന് സി എന്ന് പേര് കൊടുത്താല് ഈ പോയിന്റിൽ ഷാർപ്പ് എഡ്ജ് തന്നെയല്ലേ എന്ന് പറയുമ്പോൾ അവിടെ എഫ് ഡാഷ് ഓഫ് സി നോട്ട് ഡിഫൈൻഡ് ആയിരിക്കും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അവിടെ ഡെറിവേറ്റീവ് ഇല്ല. അതിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഞാനൊരു ടാൻജന്റ് വരച്ചു കൊടുക്കാം. ഇവിടെ ഒരു ടാൻജന്റ് വരക്കുന്നു, അവിടെയും ഒരു ടാൻജന്റ് വരക്കുന്നു. അപ്പൊ ഇവിടെ ടാൻജന്റിന്റെ സ്ലോപ്പ് എന്താ? അപ്പൊ നെഗറ്റീവാ എന്ന് പറയുമ്പോൾ ഡെറിവേറ്റീവ് നെഗറ്റീവാ. ഇവിടെ ടാൻജന്റിന്റെ ചിഹ്നം എന്താ? പോസിറ്റീവാ എന്ന് പറയുമ്പോൾ ഡെറിവേറ്റീവ് ചിഹ്നം എന്താ? പോസിറ്റീവ് ആണ്. ഇതൊരു പോയിന്റ് ഓഫ് ലോക്കൽ മിനിമം ആണ്. കാരണം എന്താണ്? ഡെറിവേറ്റീവ് നമ്മൾ എക്സ് ആക്സിസ് സിയിലൂടെ ഇങ്ങനെ മുന്നിലേക്ക് പോകുമ്പോൾ ഡെറിവേറ്റീവ് ആയിട്ട് ചില നെഗറ്റീവ് ടു പോസിറ്റീവ് ആണ് മാറ്റുന്നത് എന്ന് പറയുമ്പോൾ പോയിന്റ് ഓഫ് ലോക്കൽ മിനിമം ആണ്. ഡൗട്ട് ഇല്ലല്ലോ. ഇനി ചില ആൾക്കാർ സീസ് എ പോയിന്റ് ഓഫ് ലോക്കൽ മിനിമം ഇഫ് എഫ് ഡാഷ് എക്സ് ചേഞ്ചസ് സൈൻ ഫ്രം നെഗറ്റീവ് ടു പോസിറ്റീവ് ആസ് എക്സ് ഇൻക്രീസസ് ത്രൂ സി ആർ നമ്മുടെ ക്രിട്ടിക്കൽ പോയിന്റ് ആണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ സീനെ വിളിക്കുന്ന പേരാണ് ലോക്കൽ പോയിന്റ് ഓഫ് ലോക്കൽ മിനിമം. ഇനി ചില ആൾക്കാർ എന്ത് ചെയ്യില്ല, ചില ആൾക്കാര് നമ്മള് ഈ എക്സ് ആക്സിലൂടെ ആ ക്രിട്ടിക്കൽ പോയിന്റിലൂടെ മുന്നിലേക്ക് പോയാലും ക്രിട്ടിക്കൽ പോയിന്റ് ഉണ്ടായിരിക്കും. എന്നാൽ ക്രിട്ടിക്കൽ പോയിന്റിലൂടെ നമ്മളിങ്ങനെ എക്സ് ആക്സിലൂടെ മുന്നിലേക്ക് പോയാലും അവരുടെ ഡെറിവേറ്റീവിന്റെ ചിഹ്നം ചേഞ്ച് ചെയ്യില്ല. അവരെന്തിനാ ഡെറിവേറ്റീവ് ചിഹ്നം ചേഞ്ച് ചെയ്യില്ല? അത്തരം ഫംഗ്ഷൻസ് ഉണ്ട്. എഫ് ഡാഷ് എക്സ് ഡസ് നോട്ട് ചേഞ്ച് ഇറ്റ് സൈൻ ആസ് എക്സ് ഇൻക്രീസസ് ത്രൂ സി. അവിടെ ക്രിട്ടിക്കൽ പോയിന്റ് ഉണ്ട്. ആ ക്രിട്ടിക്കൽ പോയിന്റിലൂടെ എക്സ് ആക്സിന് മുന്നിലേക്ക് പോയാലും അവിടെ ഡെറിവേറ്റീവിന്റെ ചിഹ്നം മാറുന്നില്ല. അങ്ങനെയാണെങ്കിൽ then C is neither point of local maximum nor minimum. അങ്ങനെയാണെങ്കിൽ ആ സി ഒരു ലോക്കൽ മാക്സിമം പോയിന്റ് അല്ല, ലോക്കൽ മിനിമം പോയിന്റ് അല്ല. ആ പോയിന്റ് നമ്മൾ ഒരു പ്രത്യേക പേര് വിളിക്കും. ദാറ്റ് പോയിന്റ് ഈസ് കോൾഡ് പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ. എന്താ പറയാ? പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്നാണ് പറയാ. ചില ആൾക്കാർ XIO യൂസ് ചെയ്യാറുണ്ട്. ഇൻഫ്ലക്ഷൻ ചില ആൾക്കാർ ഇങ്ങനെയും എഴുതാറുണ്ട്. ഇൻഫ്ലക്ഷൻ എന്നും ചില ബുക്കുകൾ കാണാറുണ്ട്. ശരിയാണ്, രണ്ട് എഴുതിയാലും എന്താണ് ശരിയാണ്. ഡൗട്ട് ഒന്നും വേണ്ട. ഇങ്ങനെ ഇൻഫ്ലക്ഷൻ എന്ന് എഴുതാറുണ്ട്, തെറ്റൊന്നുമില്ല. അപ്പൊ നമുക്ക് അതിന്റെ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ നോക്കി നോക്കുക. ഇപ്പൊ ഇതിന്റെ എക്സാമ്പിൾ ആണ് നോക്കാൻ പോകുന്നത്. അടുത്തൊരു ഗ്രാഫ് ഞാൻ വരക്കാണ്. കൺസിഡർ ദ ഫംഗ്ഷൻ y ഈക്വൽ ടു, ഈ ഒരു ഫംഗ്ഷൻ നിങ്ങളൊന്ന് ഏതാണെന്ന് പറഞ്ഞത് എനിക്ക്, ഞാൻ ഇവിടെ ഒരു ഗ്രാഫ് വരക്കും. അത് ഏത് ഫംഗ്ഷനാണ് നിങ്ങളൊന്ന് പറഞ്ഞതേടാ? ഈ ഫംഗ്ഷൻ നിങ്ങൾക്ക് ഭയങ്കര കണ്ടു പരിചയമുള്ള ഒരു ഫംഗ്ഷൻ ആയിരിക്കുമല്ലോ. ഇതേതാ ഫംഗ്ഷൻ? ഇതേത് ഫംഗ്ഷനാടാ? ഇതാണ് നമ്മുടെ എക്സ് ക്യൂബ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. നമ്മൾ എന്ത് ചെയ്യാണ്? കൺസിഡർ ദ ഫംഗ്ഷൻ. ഇതിന്റെ കാര്യങ്ങളാണ് എഴുതാൻ പോകുന്നത്. ഇതൊരു നോട്ട് എന്ന് പറഞ്ഞ് എഴുതിയാൽ മതി. നിങ്ങൾ എഴുതുന്നുണ്ടെങ്കിൽ ഒരു നോട്ട് എന്ന് പറഞ്ഞ് ജസ്റ്റ് ആണ് എഴുതി കൊടുക്കുക. കൺസിഡർ ഏതാ ഫംഗ്ഷൻ? y ഈക്വൽ ടു എക്സ് ക്യൂബ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷൻ നിങ്ങൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷൻ കൺസിഡർ ചെയ്ത് നോക്കാം. ഇതിലെ ക്രിട്ടിക്കൽ പോയിന്റ് ഏതായിരിക്കോടാ? നമുക്ക് നോക്കി നോക്കാം. ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിക്കാനുള്ള പരിപാടി എന്താ? ആദ്യം നമ്മൾ ഇതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. എഫ് ഡാഷ് ഓഫ് എക്സ്. എന്താ ഇതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് വരിക? എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് 3x² അല്ലേടാ? 3x² അല്ലേ? ഇനി ക്രിട്ടിക്കൽ പോയിന്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ ഫസ്റ്റ് ഡെറിവേറ്റീവിന് 0 ഇട്ട് കൊടുക്കണ്ടേ? കഴിഞ്ഞ വീഡിയോ പറഞ്ഞ അതേ കാര്യം. ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ഇട്ട് കൊടുക്കുമ്പോൾ ആർക്ക് 0 ഇട്ട് കൊടുക്കാൻ അർത്ഥം? 3x² ഈക്വൽ ടു 0 ഇട്ട് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ഇവിടുന്ന് x² എന്തായിരിക്കും? 0/3 എന്ന് പറയുമ്പോൾ 0 എന്ന് പറയുമ്പോൾ x ഈക്വൽ ടു എന്തായിരിക്കും? √0 എന്ന് പറയുമ്പോൾ 0. അതായത് ഇവിടുത്തെ ക്രിട്ടിക്കൽ പോയിന്റ് അല്ലെങ്കിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആവുന്ന പോയിന്റ് ഏതാണ്? ഈ പോയിന്റ് ആണ് 0 എന്ന് പറയുന്ന പോയിന്റ് ആണ്. മനസ്സിലായല്ലോ?
നമ്മൾ ഇവിടെ എന്ത് ചെയ്യാണ്, നമുക്കിനി ഇയാളുടെ ഡെറിവേറ്റീവ് ഇതൊരു എന്താണ്, ഇയാൾ ഇങ്ങനെ ഈ ഒരു ഇൻക്രീസിങ് ഫംഗ്ഷനാണ്, ഇയാളുടെ ഡെറിവേറ്റീവിനെ കുറിച്ച് നോക്കിയാലോ എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെയും അതായത് ഈ ക്രിട്ടിക്കൽ പോയിന്റിന് മേലെ അപ്പുറത്തും ക്രിട്ടിക്കൽ പോയിന്റിന് ഇപ്പുറത്തും ഇയാളുടെ ഗ്രാഫിലൂടെ ടാൻജന്റ് വരച്ചു നോക്കുകയാണ്. നിങ്ങൾ ഇവിടുത്തെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ലേ നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് എന്താടാ എന്ന് പറയുമ്പോൾ അത് ഗ്രേറ്റർ ദാൻ 0 പോസിറ്റീവ് ആണ്. ഇവിടെയും എന്താണ് എഫ് ഡാഷ് ഓഫ് എക്സ് ഇതും ഗ്രേറ്റർ ദാൻ 0 കാരണം ഇങ്ങനെയാണ് നിൽക്കുന്നത്, ഇങ്ങോട്ടേക്ക് ചെയ്യുന്നതാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കി നോക്കിയാ ഞാൻ ക്രിട്ടിക്കൽ പോയിന്റിലൂടെ എക്സ് ആക്സിൽ ഇങ്ങനെ മൂവ് ചെയ്യുക, ഇവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ ഡെറിവേറ്റീവ് പോസിറ്റീവ് ആണ്, ഇങ്ങനെ ക്രിട്ടിക്കൽ പോയിന്റിൽ എത്തുമ്പോൾ ഡെറിവേറ്റീവ് 0. ഇവിടെ എന്താ എഫ് ഡാഷ് ഓഫ് 0 എന്നായിരിക്കും വരിക, അത് 0, ആ പോയിന്റിലെ ഡെറിവേറ്റീവ് 0 ആയിരിക്കും, അത് കാര്യമാക്കണ്ട. പിന്നെ നമ്മൾ വീണ്ടും ഇങ്ങനെ ക്രിട്ടിക്കൽ പോയിന്റ് കടന്ന് അപ്പുറത്തേക്ക് വരുമ്പോൾ എന്താണ് പോസിറ്റീവ് ആണ് എന്ന് പറയുമ്പോൾ ഡെറിവേറ്റീവ് അതിന്റെ ചിഹ്നം മാറ്റുന്നില്ല. അപ്പൊ എന്താണ് ഹിയർ എഫ് ഡാഷ് എക്സ് ഡസ് നോട്ട് ചേഞ്ചസ് ഇറ്റ്സ് സൈൻ ആസ് എക്സ് ഇൻക്രീസസ് ത്രൂ സി, അല്ലെങ്കിൽ എന്താണ് ആസ് എക്സ് ഇൻക്രീസസ് ത്രൂ എക്സ് ഈക്വൽ ടു 0. എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ക്രിട്ടിക്കൽ പോയിന്റിലൂടെ നമ്മൾ എന്ത് ചെയ്യാണ്, ഇതിനെ നമ്മൾ ഗ്രാഫിലൂടെ മുന്നിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ ആര് ചിഹ്നം മാറ്റുന്നില്ല, ഇയാള് നമ്മുടെ ഡെറിവേറ്റീവ് ചിഹ്നം മാറ്റുന്നില്ല. ദെൻ എന്താണ് എക്സ് ഈക്വൽ ടു 0 ഇസ് കോൾഡ് എന്താണ് ഈ 0 എന്ന് പറയുന്ന ക്രിട്ടിക്കൽ പോയിന്റ് എന്തായിരിക്കും, ഒരു പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ ആയിരിക്കും. ഹിയർ എക്സ് ഈക്വൽ ടു 0 ഇസ് എ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ. ഹിയർ എക്സ് ഈക്വൽ ടു 0 ഈസ് എ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ. ഡൗട്ട് ഇല്ലല്ലോടാ, ഇതാണ് ഇതിന്റെ കൺസെപ്റ്റ്. നമുക്ക് ഇതിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്താൽ ഒന്നും കൂടി ഐഡിയ വരും. ഓക്കെ ആണ്, വേഗം ഒരു 1-2 ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ഓക്കെ ആണ്, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റിലെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഡെറിവേറ്റീവിനൊന്നും സാധാരണ അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാറില്ല. സാധാരണ കേസുകളിൽ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഫെയിൽ ആവുന്ന സാഹചര്യങ്ങളിൽ മാത്രമേ എല്ലാവരും ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് യൂസ് ചെയ്യുള്ളൂ. കാരണം ഇത് കുറച്ച് അപ്പുറത്ത് ഇപ്പുറത്ത് പോയിന്റ് എടുക്കണം, ഇപ്പുറത്ത് പോയിന്റ് എടുക്കാൻ ഇട്ട് കൊടുക്കണം, കുറച്ച് പണിയുണ്ട്. സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ജസ്റ്റ് വേറെ സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ് ചിഹ്നം നോക്കുക, അത്രേ ഉള്ളൂ പരിപാടി. അപ്പോൾ നമ്മൾ അത് അടുത്ത പാർട്ടിൽ പറയും. എന്നാൽ ഇതിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് നോക്കാം. എക്സാം ടഫ് ആക്കുന്നത് യൂസിങ് ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് തന്നെ പറയും. അപ്പോൾ എന്ത് ചെയ്യുക, അവരാവശ്യം എക്സാം ടഫ് ആക്കലാണെങ്കിൽ ഇതൊക്കെ ചോദിച്ചേക്കാം. അപ്പോൾ നമ്മൾ വെറുതെ ഒന്ന് ഐഡിയ ഉണ്ടാക്കി എടുക്കാം. ഇതല്ലേടാ ഫംഗ്ഷൻ നമ്മളോട് പറഞ്ഞുള്ളത്, യൂസിങ് ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഫൈൻഡ് ദ ലോക്കൽ മാക്സിമം, ലോക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ട്, ആൻഡ് ലോക്കൽ മിനിമം ഇഫ് എനി, ആർക്കെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഓഫ് ദ ഫോളോയിങ് ഫംഗ്ഷൻ, ഈ പറയുന്ന ഫംഗ്ഷൻസിൽ ആർക്കെങ്കിലും ഒരു ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം ഉണ്ടെങ്കിൽ അത് ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് വെച്ച് എന്ത് ചെയ്യണം, നിങ്ങൾ കണ്ടുപിടിക്കണം. ലോക്കൽ മാക്സിമം ആൻഡ് ലോക്കൽ മിനിമം എന്ന് ഉദ്ദേശിച്ച് അവിടുത്തെ പോയിന്റുകളല്ല, ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം പോയിന്റുകളല്ല, ആ വാല്യൂ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിച്ച് കൊടുക്കേണ്ടത്. ആ വൈ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം പോയിന്റുകൾ അറിയണം. നോക്കിയാലോ, ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് അല്ലാതെ യൂസ് ചെയ്യുന്ന സ്റ്റെപ്പുകൾ കൃത്യമായി ടെസ്റ്റ് ശ്രദ്ധിച്ചിരുന്നോ? നമ്മൾ ഇൻക്രീസിങ്ങും ഡിക്രീസിങ്ങും ചെയ്ത അതേ കൺസെപ്റ്റിനെ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിന്റെ ഡെറിവേറ്റീവ് കണ്ട് ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിക്കുന്നു. എന്തിനാ ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിക്കുന്നത്? എടാ ക്രിട്ടിക്കൽ പോയിന്റിൽ ലോക്കൽ മാക്സിമം ഉണ്ടായിരിക്കുള്ളൂ, ക്രിട്ടിക്കൽ പോയിന്റിൽ ലോക്കൽ മിനിമം ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിച്ചാലോ? എങ്ങനെയാണ് ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിക്കുക? ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിക്കണം നമുക്ക് ആദ്യം ആരറിയണം, ഫസ്റ്റ് ഡെറിവേറ്റീവിനെ കുറിച്ച് അറിയണം. അപ്പോൾ വേഗം ഈ ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് 3x² മൈനസ് 3xന്റെ ഡെറിവേറ്റീവ് 3 ആണ്, പ്ലസ് 5ന്റെ ഡെറിവേറ്റീവ് 0 ആണ്. രണ്ടിനും കോമൺ ആയിട്ട് 3 പുറത്തേക്ക് എടുത്താൽ ഇവിടെ x² മൈനസ് 1 എന്ന് വരും. ഡൗട്ട് ഇല്ലല്ലോ. നൗ ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചു, ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, നൗ വേഗം ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് എക്സിന് 0 അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. എഫ് ഡാഷ് ഓഫ് എക്സിന് 0 ഇട്ട് കൊടുക്കുക എന്ന് പറയുമ്പോൾ ആർക്കാ 0 ഇട്ട് കൊടുക്കുന്നത്? 3 × x² മൈനസ് 1 0 ഇട്ട് കൊടുക്കുന്നത്. ഒരു കാര്യം ഉറപ്പാ, ഈ മൊത്തം ടേം 0 ആണെങ്കിൽ ഒന്നുകിൽ ഇയാൾ 0 ആവാം അല്ലെങ്കിൽ ഇയാൾ 0 ആവാം. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, 3 ഒരിക്കലും 0 ആവില്ല. കാരണം 3 ഒരു 3 അല്ലേ, 3 0 ആവില്ലല്ലോ. ദാറ്റ് ഈസ് അതിനർത്ഥം ആരാണ് 0? x² മൈനസ് 1 ഈക്വൽ ടു 0 ആണ്. ദാറ്റ് ഈസ് x² ഈക്വൽ ടു ആരായിരിക്കും? 1. ഇയാൾ അങ്ങോട്ടേക്ക് 1. ദാറ്റ് ഈസ് x ഈക്വൽ ടു √1 മീൻസ് വെറും 1 അല്ല, പ്ലസ് ഓർ മൈനസ് 1. പ്ലസ് ഓർ മൈനസ് ഇടാൻ പറഞ്ഞാൽ പോയി, കാരണം x² ഈക്വൽ ടു 1 ആണ്, x ഈക്വൽ ടു 1 എന്ന് എഴുതുന്നത് പ്ലസ് ഓർ മൈനസ് 1 തന്നെ വേണം. ഡൗട്ടില്ലല്ലോ. അതായത് ഇവിടുത്തെ ക്രിട്ടിക്കൽ പോയിന്റ്സ് ഏതൊക്കെയാണ്? ദാറ്റ് ഈസ് ക്രിട്ടിക്കൽ പോയിന്റ്സ് ആർ ഇവിടുത്തെ പറഞ്ഞിരിക്കുന്ന ക്രിട്ടിക്കൽ പോയിന്റുകൾ ഏതൊക്കെയാണ്? ഡെറിവേറ്റീവ് 0 എന്ന പോയിന്റ് ഏതൊക്കെയാടാ? ഒന്ന് ക്രിട്ടിക്കൽ പോയിന്റ്സ് ആർ 1 and -1 ആണ്. ഏതൊക്കെയാണ് ക്രിട്ടിക്കൽ പോയിന്റ്സ്? 1ഉം -1ഉം ആണ്. നമുക്ക് ഇനി ക്രിട്ടിക്കൽ പോയിന്റിലാണ് ഒരു ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം ഉണ്ടായിരിക്കുക. ഈ ഓരോ ക്രിട്ടിക്കൽ പോയിന്റിലാണ് ഓരോ ക്രിട്ടിക്കൽ പോയിന്റിങ് എടുക്കുക. അത് x ഈക്വൽ ടു 1 ആദ്യം നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ഏതാണ് ലോക്കൽ മാക്സിമം ആണോ ലോക്കൽ മിനിമം ആണോ നോക്കാൻ എന്ത് ചെയ്താൽ മതി, ഈ പോയിന്റിന്റെ അപ്പുറത്തുള്ള ഒരു പോയിന്റ് എടുക്കുക, തൊട്ടടുത്ത പോയിന്റ് എടുക്കുക. ഇനി ഈ പോയിന്റിന്റെ തൊട്ട് റൈറ്റ് സൈഡിൽ ഒരു പോയിന്റ് എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നേരെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഇട്ട് കൊടുക്കുക. ചിഹ്നം എവിടെ
എവിടുന്ന് എവിടേക്ക് മാറും നോക്കിയാൽ പോലെ. അപ്പൊ നമുക്ക് നോക്കാം. ഞാൻ ആദ്യം കാണുന്നത് എഫ് ഡാഷ് ഓഫ്, ഞാൻ ഇതിന്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഒരു പോയിന്റ് എടുക്കുക, 1ന്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഒരു 0.9 എടുക്കുക വിചാരിച്ചു. ഒരു 0.9 എടുക്കാൻ കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പൊ എന്തായിരിക്കും വരിക? തൊട്ടടുത്ത് തന്നെ എടുക്കണം. ഒരു 0.9 എടുക്കുകയാണ്, നേരെ ഡെറിവേറ്റീവ് ഇട്ട് കൊടുക്കുകയാണ്. ഇയാളല്ലാണ് ഡെറിവേറ്റീവ്. ഇതാണ് ബേസിക്കലി 3 ഇൻറ്റു അവിടെ ടു എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ 0.9 സ്ക്വയർ മൈനസ് 1 എന്ന് വന്നില്ലേ. ഇയാളുടെ ചിഹ്നം എന്തായിരിക്കോടാ? എടാ ഒരു കാര്യം ഉറപ്പല്ലടാ, 0.9 സ്ക്വയർ പോസിറ്റീവാ എന്ന് പറയുമ്പോൾ 0.9 ഒന്നിനേക്കാളും ചെറുതാ. അതിന്റെ സ്ക്വയർ എടുത്താൽ വീണ്ടും ചെറുതാവാണ് എന്ന് പറയുമ്പോൾ ഇയാളുടെ ഇതിൽ ആരാണ് വലുത്? -1 വലുത്. സോ ഇതിന്റെ ഈ മൊത്തം ടേം ചെയ്തു വരുമ്പോഴേക്കും ഇതിന്റെ ചിഹ്നം മൈനസ് ആവും. മൈനസ് ഇൻറ്റു ഏതോ ഒരു പോസിറ്റീവ് നമ്പർ എന്ന് പറയുമ്പോൾ മൊത്തം സൈൻ എന്തായിട്ട് മാറി? നെഗറ്റീവ് ആയിട്ട് മാറി. ഇനി അങ്ങനെ ഒന്നും പേടിക്കേണ്ട, നേരെ കാൽക്കുലേറ്റർ എടുത്ത ചിഹ്നം മാത്രം എഴുതിയാൽ മതി. ആൻസർ എഴുതണമെന്നില്ല, ജസ്റ്റ് ചിഹ്നം മാത്രം എഴുതിച്ചാൽ മതി. ഇതിന്റെ ചിഹ്നം നെഗറ്റീവ് ആയിരിക്കും. ഇനി നിങ്ങൾ at x = 1 ചെക്ക് ചെയ്യണ്ട, അവിടെ ഓൾറെഡി ഡെറിവേറ്റീവ് 0, അതിൽ പേടിക്കാനൊന്നുമില്ല. ഇനി ഇതിന്റെ തൊട്ട് റൈറ്റ് സൈഡിലുള്ള പോയിന്റ് എടുക്കുക. 1ന് തൊട്ടപ്പുറത്ത് 1.1 ആണ് എന്ന് പറയുമ്പോൾ ഇതെന്തായിരിക്കും? 3 ഇൻറ്റു 1.1 സ്ക്വയർ മൈനസ് 1. ഈ 1നെക്കാളും വലിയൊരു വാല്യൂ 1.1 സ്ക്വയർ, 1.1. സോ അതിന്റെ സ്ക്വയർ എടുത്താലും 1നെക്കാളും വലുതാവും എന്ന് പറയുമ്പോൾ ഇതിൽ ആരെ വലുത്? 1.1 അല്ലേ. 1.1ന്റെ ചിഹ്നം എന്താ? പോസിറ്റീവ് അല്ലേ. എന്ന് പറയുമ്പോൾ ഇത് മൊത്തം ചെയ്തു വന്നാൽ ഇതിന്റെ ആൻസർ ഒരു പോസിറ്റീവ് ആയിരിക്കും. പോസിറ്റീവ് ഇൻറ്റു 3 ചെയ്താൽ ഒരു പോസിറ്റീവ് ആയിരിക്കും കിട്ടുക എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടെ എന്താടാ, ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഹിയർ ദാറ്റ് ഈസ് എന്താണ്? ഈ എഫ് ഡാഷ് എക്സ് ഡെറിവേറ്റീവ് എന്ത് ചെയ്യുന്നുണ്ട്? ചേഞ്ചസ് ഇറ്റ്സ് സൈൻ. അതിന്റെ സൈൻ എവിടുന്ന് എവിടേക്കാണ്? ഫ്രം, നോക്കിയേ, ഇതിന്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക്, ലെഫ്റ്റ് സൈഡ് 0.9 റൈറ്റ് സൈഡ് 1.1 ഫ്രം എവിടുന്ന് എവിടേക്കാണ്? അപ്പോ ഇവിടെ നോക്കിയാൽ നെഗറ്റീവ് ടു പോസിറ്റീവ് ആണ്, നെഗറ്റീവ് ടു പോസിറ്റീവ് ആണ്. എപ്പം? ആസ് ഇവിടെ എക്സ് ഇൻക്രീസസ് ത്രൂ ഇതിലൂടെ ത്രൂ 1. എക്സ് എന്ന് പറയുന്നത് ആ ക്രിട്ടിക്കൽ പോയിന്റ് ആയിട്ടുള്ള 1ലൂടെ അങ്ങനെ മുന്നിലേക്ക് പോകുമ്പോൾ ആ ഡെറിവേറ്റീവ് എവിടേക്ക് മാറുന്നത്? നെഗറ്റീവ് ടു പോസിറ്റീവ്. therefore f is അല്ലെങ്കിൽ therefore ആ പോയിന്റ് ഉണ്ടല്ലോ, therefore x = 1 is a point of എന്താണ്? പോയിന്റ് ഓഫ് ലോക്കൽ എന്തായിരിക്കും? ലോക്കൽ മാക്സിമം ആണോ മിനിമം ആണോ? നെഗറ്റീവ് ടു പോസിറ്റീവ് ആണെങ്കിൽ അത് മിനിമം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മളോട് ഈ പോയിന്റ് കണ്ടുപിടിക്കാനല്ല പറഞ്ഞിട്ടുള്ളത്, നമ്മളോട് വാല്യൂ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. therefore ലോക്കൽ മിനിമം വാല്യൂ ആണ് നമുക്ക് അറിയേണ്ടത്. മിനിമം വാല്യൂ ഈക്വൽ ടു എന്തായിരിക്കോടാ? ഈ എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈ വാല്യൂ അല്ലേ എന്ന് പറയുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫംഗ്ഷന്റെ വാല്യൂ അല്ലേ. എന്താണ് ഫംഗ്ഷൻ? ഇതാണ് ഫംഗ്ഷൻ. അതിൽ കൊണ്ടുപോയിട്ട് ആ 1 ഇട്ട് കൊടുക്കുക, നമ്മുടെ ക്രിട്ടിക്കൽ പോയിന്റ് ഇട്ട് കൊടുക്കുക. അപ്പൊ കിട്ടുന്ന ഫംഗ്ഷനിൽ ഇട്ട് കൊടുക്കുമ്പോൾ വൈ വാല്യൂ ഫംഗ്ഷനിൽ ഇട്ട് കൊടുക്കുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണത് എന്ന് പറയുമ്പോൾ 1³ - 3 × 1 + 5 1 - 3 - 2 + 5 = 3. ഇതാണ് ഇവിടുത്തെ ലോക്കൽ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത്. കുഴപ്പമൊന്നുമില്ലല്ലോ, ലോക്കൽ മിനിമം. ഇനി ഒരു പോയിന്റും കൂടെ ഉണ്ടല്ലോ, at x = -1 ചെക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾ എന്തായിരിക്കും സംഭവിക്കുക? ഇതിന്റെ തൊട്ട് -1 തൊട്ട് ഇപ്പുറത്തുള്ള പോയിന്റ് എന്താ? -1.1. അപ്പൊ f ഡാഷ് ഓഫ് -1.1 നിങ്ങളൊന്ന് കണ്ടുനോക്കുക. എന്തായിരിക്കും വരിക? 3 ഇൻറ്റു -1.1 സ്ക്വയർ -1 അല്ലേടാ. എടാ ഈ -1.1ന്റെ സ്ക്വയർ എടുത്താൽ സംഭവിക്കാം? അത് ഇതേ കൺസെപ്റ്റ് ആയില്ലേ. നോക്കി സ്ക്വയർ എടുത്താൽ നെഗറ്റീവ് പോയി എന്ന് പറയുമ്പോൾ 1 ആണോ വലുത്? 1.1 ആണ് വലുത്. 1.1 അല്ലേടാ. സ്ക്വയർ എടുക്കുമ്പോൾ നെഗറ്റീവ് പോയി, നെഗറ്റീവ് മറന്നാലും. സോ 1.1 അല്ല. അപ്പൊ 1.1 സ്ക്വയർ എടുക്കുമ്പോൾ 1നെക്കാളും വലുതാവൂലേ. 1നെക്കാളും വലുതാവുമ്പോൾ ഇയാളുടെ ചിഹ്നല്ലേ ഈ മൊത്തം സാധനത്തിന് വരിക? പോസിറ്റീവ് അല്ലേ. പോസിറ്റീവിന്റെ ഇത്രയും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും എന്ന് പറയുമ്പോൾ ഇയാളുടെ നിങ്ങൾ കാൽക്കുലേറ്റർ കൊടുത്താൽ മതി കേട്ടോ, പ്രശ്നമൊന്നുമില്ല. ഇയാളുടെ ചിഹ്നം എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും, ഡൗട്ട് ഒന്നും വേണ്ട. അടുത്തതാണ് നിങ്ങൾ എന്ത് ചെയ്യുക? ഇനി ഇതിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള പോയിന്റ് ഇപ്പൊ എടുത്ത് ഇനി ഈ ഒരു -1ന്റെ റൈറ്റ് സൈഡിൽ ഒരു പോയിന്റ് എടുക്കുക. അതായിരിക്കും -0.9 എടുക്കാം. തിരിഞ്ഞു പോയത് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ 0.9 ആണ്, റൈറ്റ് സൈഡിലാണ് 1.1. എന്നാൽ -1 എടുത്ത് അതിന്റെ ലെഫ്റ്റിലാണ് -1.1, റൈറ്റിലാണ് -0.9. അത് തിരിഞ്ഞു പോരുന്നത് 3 ഇൻറ്റു -0.9 സ്ക്വയർ -1 ആണ്. എന്തായിക്കോട്ടെ ഇതിന്റെ ചിഹ്നം വരിക? ഇത് 0.9 ഇതേ സാധനം തന്നെയാവും. അതായത് നെഗറ്റീവ് പോലും ഉറപ്പായിട്ടും സ്ക്വയർ എടുക്കുമ്പോൾ എന്ന് പറയുമ്പോൾ ഇതേപോലെ തന്നെയാണ്. ഇതിന്റെ ചിഹ്നം നെഗറ്റീവ് ആണ്, അതാണ് ഇട്ട് കൊടുത്താൽ മതി. ദാറ്റ് ഈസ് ഇവിടെ എന്താ സംഭവിക്കുന്നതാ? f ഡാഷ് ഓഫ് എക്സ് ചേഞ്ചസ് ഇറ്റ്സ് സൈൻ എപ്പം ആസ് എക്സ് ഇൻക്രീസസ് ത്രൂ ചേഞ്ചസ് സൈൻ എവിടുന്ന് എവിടേക്കാണ് ചേഞ്ച് ചെയ്യുന്നത്?
പോസിറ്റീവ് ടു നെഗറ്റീവ് ആണ് ചേഞ്ച് ചെയ്യുന്നത്. എപ്പം ആസ് എക്സ് ഇൻക്രീസസ് ത്രൂ എന്താണ് -1. therefore എന്താണ് എക്സ് ഈക്വൽ ടു ആ -1 എന്ന് പറയുന്ന പോയിന്റ് എന്താണ് ഇസ് എക്സ് ഈക്വൽ ടു -1 ഇസ് എ പോയിന്റ് ഓഫ് എന്താണ് പോസിറ്റീവ് നെഗറ്റീവ് ആണെങ്കിൽ ലോക്കൽ മാക്സിമം. ഇതാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പാടുള്ളതല്ല, നമ്മളോട് വാല്യൂ ആണ് കണ്ടുപിടിക്കാൻ പാടുള്ളത്. therefore ലോക്കൽ മാക്സിമം വാല്യൂ ഈക്വൽ ടു എന്തായിരിക്കും വരിക ഈ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള y വാല്യൂ അല്ലേ എന്ന് പറയുമ്പോൾ f ഓഫ് -1 അല്ലേടാ -1 ക്യൂബ് -3 × -1 + 5 അല്ലേ വരിക എന്ന് പറയുമ്പോൾ -1 ഇതും കൂടി ചേരുമ്പോൾ -3 3 × -3 -3 എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു +3 ഉണ്ട്, +5 8 ആണ്. 8ൽ നിന്ന് 1 കുറച്ചാൽ എന്താണ് 7 ആണ്. സോ ലോക്കൽ മാക്സിമം വാല്യൂ എത്രയാണ് 7ഉം ലോക്കൽ മിനിമം വാല്യൂ എത്രയാണ് 3ഉമാണ്. മനസ്സിലായല്ലോ. സോ ഇതാണ്, ഇതോടെ ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ഇനി സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ആണ് ബാക്കിയുള്ളത്. നമ്മൾ എന്ത് ചെയ്യുമ്പോൾ അടുത്ത വീഡിയോയിൽ ചെയ്യും. അത് അവിടെ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാറ്. ഇതൊരു ഐഡിയ ഉണ്ടാക്കാൻ വേണ്ടി ഒരു ക്വസ്റ്റ്യൻ ചെയ്തെന്നുള്ളൂ. ഞാൻ എന്ത് ചെയ്യാം, വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. കുറച്ച് ലെങ്ത് ആയിട്ടുണ്ടാവും, കാരണം കാര്യങ്ങളൊക്കെ പറഞ്ഞു. എൻ്റെ ലോക്കൽ മാക്സിമം എന്താണ് ഫസ്റ്റ് ഡെറിവേറ്റീവ് നിങ്ങൾ സ്കൂളിലൊക്കെ എന്താ ഉണ്ടാവും, ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോയിട്ടേ ഉണ്ടാവുള്ളൂ. ഇതിന് ഗ്രാഫൊന്നും കാണില്ല, നിങ്ങൾ ഐഡിയ വരണം, ഗ്രാഫൊക്കെ വേണ്ടി വരും. ഓക്കെ ആണ്. സോ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ബൈ.